നമസ്കാരം. പ്രധാന വാർത്ത. കുറുവ സംഘത്തിൽ 12 പേരെന്ന് പോലീസ്. കുണ്ടന്നൂരിൽ നിന്ന് പിടിയിലായ സന്തോഷ് സെൽവം സംഘാംഗം. മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുറുവ സംഘം തന്നെ. കുറുവയുടെ താവളം തേടി ന്യൂസ് 18. ഈ ചെറിയ ടെന്റ് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുള്ള ഇതിനകത്തായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. ഇവർ 6 പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ക്ലൈമാക്സിലേക്ക്. പാലക്കാട് നാളെ കൊട്ടിക്കലാശം. പാലക്കാട് 2.5 കോടി രൂപ ചെലവഴിച്ച് BJP നേതാക്കളെ പാർട്ടി മാറ്റാൻ കോൺഗ്രസ് ശ്രമിച്ചെന്ന് കെ സുരേന്ദ്രൻ. പോയി ഒന്ന് നോക്കുന്നത് നല്ലതാണ്. സ്വപ്നം കാണാൻ എന്തിനാ നീതി അടയ്ക്കുന്നത്? അതുണ്ടാക്കുന്ന ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിശദീകരണം ചെയ്യാം. EDയെ വെച്ച് അന്വേഷിക്കൂ എന്ന് KC വേണുഗോപാലിന്റെ മറുപടി. EDയെ കൂടെ അന്വേഷിപ്പിക്കട്ടെ. ഇതൊക്കെ എന്തെങ്കിലും അങ്ങാടി തോറ്റിട്ട് അങ്ങാടി തോറ്റു അമ്മയോട് പറയുന്ന പോലെയല്ലേ ഇതൊക്കെ. കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ സാദിഖ് അലി തങ്ങളെ സന്ദർശിച്ചു. കോൺഗ്രസിലേക്കില്ലെന്ന് PK ശശി. മണിപ്പൂരിൽ BJP സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് NPP. ക്രമസമാധാനം നടപ്പാക്കുന്നതിൽ സർക്കാർ പരാജയമെന്ന ആരോപണം. മുഖ്യമന്ത്രി ബിരേൻ സിംഗിന് രൂക്ഷ വിമർശനം. വയനാട് ലോകോത്തര മാതൃകയിൽ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര സഹായം ഇല്ലെങ്കിലും പുനരധിവാസം നടപ്പാക്കും. കൃത്യമായ റിപ്പോർട്ട് നൽകാതെ എങ്ങനെ പണം ലഭിക്കുമെന്ന് കെ സുരേന്ദ്രൻ. വയനാടിനെ മറന്നോ ന്യൂസ് 18 ക്യാമ്പയിൻ തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൈജീരിയയിൽ ഊഷ്മള സ്വീകരണം. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മോദി. പരമോന്നത സിവിലിയൻ പുരസ്കാരം നൽകി ആദരിക്കും. ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. 1500 കിലോമീറ്ററിലേറെ പ്രഹരശേഷി. ചരിത്ര നേട്ടമെന്ന് പ്രതിരോധ മന്ത്രി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മികവ് പുലർത്തിയവരെ ആദരിച്ച് ന്യൂസ് 18 കേരളം ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സ് പുരസ്കാരം സമ്മാനിച്ചു. പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യയെ ജസ്പ്രീത് ബുംറ നയിക്കും. ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടെസ്റ്റിൽ രോഹിത് ശർമ്മ കളിക്കില്ല. കുടുംബത്തോടൊപ്പം ചെലവഴിക്കണമെന്ന് താരം BCCI അറിയിച്ചു. ദേവ്ദത്ത് പടിക്കൽ ഇന്ത്യൻ ടീമിനൊപ്പം ചേരും. വാർത്തയിലേക്ക് വിശദമായി. വലവിരിച്ച് പോലീസ്. നാടിനെ ഭീതിയുടെ മുൾമുനയിലാക്കിയ കുറുവ സംഘത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചതായി പോലീസ്. കുണ്ടന്നൂരിൽ നിന്ന് പിടിയിലായ സന്തോഷ് സെൽവം കുറുവ സംഘാംഗമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മുൻപ് കോട്ടയം പാലായിൽ മോഷണക്കേസിൽ സന്തോഷ് പിടിയിലായിരുന്നു. കുറുവ മോഷണ സംഘത്തിൽ കൂടുതൽ അംഗങ്ങളുണ്ടെന്നും സന്തോഷിനെതിരെ 30 കേസുകളുണ്ടെന്നും ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബു ന്യൂസ് 18നോട് പറഞ്ഞു. സന്തോഷിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് പിടികൂടിയ മണികണ്ഠനും സന്തോഷും സുഹൃത്തുക്കളല്ലെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. കുണ്ടന്നൂരിൽ നിന്ന് ഇന്നലെ പിടികൂടിയ മോഷണ സംഘത്തെ പുലർച്ചയോടുകൂടിയാണ് ആലപ്പുഴയിൽ എത്തിച്ചത്. ആദ്യം ആലപ്പുഴ പോലീസ് ക്ലബ്ബിൽ എത്തി ചോദ്യം ചെയ്തു. അതിനുശേഷം പിന്നീട് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുവരികയായിരുന്നു. എന്തായാലും കുറുവ സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കൊക്കെയാണ് പോലീസ് എത്തി നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മണ്ണഞ്ചേരി സ്റ്റേഷനിലും ഇന്നലെ കുണ്ടന്നൂരിൽ നിന്നും ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സംഘം പോലീസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്നും ഈ സന്തോഷ് സെൽവം രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ നാടകീയമായ സംഭവങ്ങൾ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലും ഉണ്ടായി എന്നുള്ളതാണ്. ഇവരുടെ സന്തോഷിന്റെയും മണികണ്ഠന്റെയും പോലീസിന്റെ കസ്റ്റഡിയിലുള്ള സന്തോഷിന്റെയും മണികണ്ഠന്റെയും കുടുംബാംഗങ്ങൾ മണ്ണഞ്ചേരി സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് സന്തോഷ് സെൽവം മണ്ണഞ്ചേരിയിൽ നടന്ന മോഷണ കേസുകളിൽ പങ്കുള്ള ആളാണ് എന്നുള്ള സ്ഥിരീകരണം ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബു ന്യൂസ് 18നോട് സ്ഥിരീകരിച്ചു. അദ്ദേഹം പറഞ്ഞത് സന്തോഷിനെ മോഷണ സ്ഥലത്ത് എത്തിച്ച്
കൂടുതൽ പരിശോധനകൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല ഈ കുറുവ സംഘത്തിൽ ഈ കാണുന്ന സന്തോഷവും മണികണ്ഠനിലും ഒതുങ്ങുന്നതല്ല. അതിൽ 12-ലധികം ആളുകൾ വിവിധ ഇടങ്ങളിലായി ടീമുകളായി ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ന്യൂസ് 18 ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അത്തരത്തിൽ തമിഴ്നാട്ടിലടക്കം പോലീസ് ഉണ്ട്, ഇവർക്കായി തിരച്ചിൽ നടത്തുന്നുണ്ട്. അവിടെ നിന്നും കുറച്ചുപേർ സംശയാസ്പദമായ ചില ആളുകളെ കസ്റ്റഡിയിൽ എടുക്കാനായിട്ടുണ്ട്. ഒരാളുടെ കാര്യത്തിൽ പിന്നെ നമുക്കൊരു വ്യക്തതയായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു അക്യൂസ്ഡ് ഉണ്ട്, അയാളുടെ കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷ് കേസുകളുണ്ട്. സന്തോഷ് തന്നെ അയാളെ ചോദ്യം ചെയ്യലിലൂടെ പറയുന്നത് തനിക്ക് 30ഓളം കേസുകൾ ഉണ്ടെന്നുള്ളതാണ്. അതിന്റെ ഡീറ്റെയിൽസ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ സമാഹരിക്കേണ്ടിയിരിക്കുന്നു. അല്ല, നമ്മൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 12ഓളം ഇടങ്ങളിൽ പല ആളുകൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ പ്രവിശ്യയിൽ നിവസിക്കുന്നതായിട്ടുള്ള ആൾക്കാരെ ചോദ്യം ചെയ്ത് മറ്റും കാര്യങ്ങളുണ്ടായിരുന്നു. അവർക്കൊന്നും ഇല്ലാത്തൊരു റെസിസ്റ്റൻസാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഇന്നലെ ഉണ്ടായത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇവരുടെ സാന്നിധ്യത്തെ പറ്റി കൂടുതൽ നമുക്ക് സംശയം ബലപ്പെടുത്തുകയും അതിൻ്റെ അനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം സ്ഥലത്ത് പോയിട്ട് കാര്യങ്ങൾ പരിശോധിക്കുകയും ദൃശ്യങ്ങൾ മാച്ച് ചെയ്ത് നോക്കുകയും ചെയ്തു. ആ ഒരു വ്യക്തതയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. മണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് പ്രതികളെ എത്തിച്ചപ്പോൾ അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ കുടുംബാംഗങ്ങൾ എത്തി. സന്തോഷിന്റെയും ഒപ്പം മണികണ്ഠന്റെയും ഭാര്യമാരും അമ്മയും ഒപ്പം അവരുടെ കൈക്കുഞ്ഞുങ്ങളുമായാണ് എത്തിയത്. തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഈ കേസിൽ പങ്കില്ല എന്ന് അവർ പറയുന്നു. പക്ഷെ അതേസമയം തന്നെ അവരുടെ ഭാഗത്തുനിന്ന് മറ്റൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നു. സന്തോഷ് കുണ്ടന്നൂരിലേക്ക് എത്തിയിട്ട് 3 മാസം മാത്രമേ ആകുന്നുള്ളൂ. അവിടെ എത്തിയതിനു ശേഷമാണ് മണികണ്ഠനുമായി പരിചയത്തിലാകുന്നത് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടാകുന്നു. മാത്രമല്ല പാലയിൽ നിന്ന് ജയിൽ മോചിതരായ ആളാണ് സന്തോഷ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ പാലയിൽ 2 വർഷക്കാലം താമസിച്ചിരുന്ന സന്തോഷും കുടുംബവും അവിടെ നിരവധി മോഷണ കേസുകൾ 8ഓളം മോഷണ കേസുകൾ പ്രതിയാണ് എന്നുള്ളതാണ് സന്തോഷിന്റെ കുടുംബം തന്നെ സ്ഥിരീകരിക്കുന്നത്. അത്തരത്തിൽ അവിടെ 2 വർഷക്കാലം നിരവധി മോഷണ കേസുകൾ പ്രതിയായിരുന്ന സന്തോഷ് പിന്നീട് ഈ കുണ്ടന്നൂരിലെത്തി അവിടെ മണികണ്ഠനുമായി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു എന്നുള്ളത് ബന്ധുക്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഈ മണികണ്ഠനും സന്തോഷ് സുഹൃത്തുക്കളാണോ? അല്ല, സുഹൃത്തുക്കളല്ലേ. അവന് വരെ ഞങ്ങൾ വരെ. മണികണ്ഠൻ എങ്ങനെയാ പരിചയപ്പെടുന്നത്? ഇവിടെ വന്നതിന് ശേഷമാണോ? എറണാകുളത്ത് വന്ന് പരിചയപ്പെട്ടതാ. വന്ന് പരിചയപ്പെട്ടതാണ്. ഇവര് അടുത്ത സുഹൃത്തുക്കളാണ്. അടുത്ത സുഹൃത്തുക്കളുടെ എല്ലാം ഒരു ജാതി എന്ന് പറയുന്നല്ലേ, അങ്ങനെയാ. എന്തായാലും ജനങ്ങൾ വലിയ ആശങ്കയാണ്. ആലപ്പുഴ നഗരത്തിലും പ്രത്യേകിച്ച് ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായാണ് തുടരെ മോഷണ പരമ്പരകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഘത്തിൽ പ്രധാനിയായ ആളാണ് സന്തോഷ് എന്നുള്ളതാണ് പോലീസിന്റെ സ്ഥിരീകരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ള വിവരവും നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ആളുകളുടെ ആശങ്ക, പൊതുജനങ്ങളുടെ ആശങ്കയ്ക്ക് വിരാമം ആകുന്നില്ല. കൂടുതൽ ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. 12ഓളം പ്രധാന ആളുകൾ ഇതിനകത്തുണ്ട് എന്നുള്ള സ്ഥിരീകരണമാണ് വരുന്നത്. ഇന്നലെ രാത്രിയും ആലപ്പുഴയിൽ വിവിധയിടങ്ങളിൽ തിരച്ചിലായിരുന്നു. അത്തരത്തിൽ ഈ സന്തോഷ് പിടിയിലായി എങ്കിൽ പോലും കൂടുതൽ ആളുകൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി ആലപ്പുഴ പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ സന്തോഷിനെ പിടിക്കുന്നതിനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ അതിന് അനുബന്ധമായി തന്നെ തുടർച്ചയായി, അതായത് പറവൂരും എറണാകുളം ജില്ലയിലെ പറവൂരും ഒപ്പം ആലപ്പുഴയിലെ തുറവൂരും എത്തിയ ആളുകൾ, ആലപ്പുഴ പുന്നപ്രയിലും എത്തിയ ആളുകൾ ഒരേ ആളുകളാണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. അത് ഈ കുറുവ സംഘത്തിൽ തന്നെ മുതിർന്ന അംഗങ്ങളാണ് എന്നുള്ള ഒരു വ്യക്തതയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം കൂടുതൽ മോഷ്ടാക്കളെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ തിരച്ചിലാണ്. മണ്ണഞ്ചേരിയിലെ കേസ് മാത്രമാണ്, മണ്ണഞ്ചേരിയിൽ എത്തിയത് സന്തോഷാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് മാത്രമാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. ഈ കേസിൽ ഇനിയും ഏറെ ദൂരം അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകേണ്ടതായുണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹചൻ, ന്യൂസ് 18. കുണ്ടന്നൂരിലെ ചതുപ്പ് നിലത്തിലാണ് പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട കുറുവ സംഘാംഗം സന്തോഷ് സെൽവം ഒളിച്ചിരുന്നത്. സന്തോഷ് കുടുംബവുമായി താമസിക്കുന്നതും ആ പ്രദേശത്താണ്. കുടുംബത്തിൽ നിന്ന് മിക്കവാറും വഴക്കുണ്ടാകാറുണ്ടെന്ന് പ്രദേശത്ത് കച്ചവടം നടത്തുന്നവർ പറയുന്നു. മരട് കുണ്ടന്നൂർ പാലം ദേശീയപാതയ്ക്ക് അതിൽ കുണ്ടന്നൂർ പാലത്തിന് കീഴിൽ നിന്നുമാണ് ഇവിടെ ഒളിഞ്ഞ് താമസിക്കുകയായിരുന്നു ഇവര്. ഇവിടെ നിന്നുമാണ് ഇവരെ പിടികൂടിയത്. ഇവർ ഇതിനകത്ത് നമ്മൾ ഈ കാണുന്ന ഈ ചെറിയ
ടെന്റ് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുള്ള ടെന്റിനകത്ത് ഇതിനകത്തായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. ഇവർ 6 പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സന്തോഷും അതോടൊപ്പം തന്നെ മണികണ്ഠൻ, ഒപ്പം ഇവരൊരു കുടുംബാംഗങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 6 പേരടങ്ങുന്നവരാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് പരിസരത്തുള്ളവർ പറയുന്നത്. ഇതിനകത്ത് അവർക്ക് ഒരാൾക്ക് ഒളിച്ചിരിക്കാൻ പാകത്തിൽ കുഴിയുണ്ടാക്കിയിരുന്നു എന്ന് പറയുന്നു. അതിൽ അവർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കുഴിയുണ്ടാക്കുകയും ഒപ്പം അത് ടർപ്പോളിൻ കൊണ്ട് മൂടാനെല്ലാം തന്നെ സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. പോലീസ് അന്വേഷണത്തിന് വരുമ്പോൾ അതിനകത്തേക്ക് കയറാൻ വേണ്ടിയായിരുന്നെന്നാണ് കരുതുന്നത്. എന്തായാലും പോലീസ് ഇന്നലെ രാത്രി ഇവിടെ പരിശോധന നടത്തി ഈ സ്ഥലം വളയുകയും പരിശോധന നടത്തുകയും ചെയ്തു. തുടർന്ന് സന്തോഷിനെ ഇവർ പോലീസിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഇവർ വീട്ടുകാരടക്കമുള്ളവർ ശ്രമിച്ചു, സ്ത്രീകളടക്കമുള്ളവർ ശ്രമിച്ചു. അവരെ പിന്നീട് മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. സന്തോഷ് ഇവിടുന്ന് ചതുപ്പിലേക്ക് ഓടിയെങ്കിലും പിന്നീട് ഏതാണ്ട് 4 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇയാളെ പോലീസിനെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ മരട് പരിസരത്ത് ഇവരുണ്ടായിരുന്നു. പിന്നീട് ഈ സ്ഥലത്തേക്ക് ഇവിടേക്ക് വന്ന് താമസിക്കുകയായിരുന്നു. പരിസരത്തുള്ളവരുമായിട്ട് പലപ്പോഴും ഇവർ വഴക്കടിക്കുകയായിരുന്നു. ഇത് ഇവിടെ താമസിക്കുന്നതിനെ ചൊല്ലി അടക്കം പലപ്പോഴും ബഹളമുണ്ടാക്കുകയും ചെയ്തിരുന്നുവെന്ന് ഇവർ പറയുന്നുണ്ട്. ഇവര് നമ്മള് അപ്പുറത്ത് വലിയ പാടത്തിലെ ഇവർ കുറച്ചു കാലം ഉണ്ടായത് ഇവിടെ. അവിടെ നിന്ന് ഇരിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാരെല്ലാം അവരൊന്ന് വായിച്ചിട്ട് അപ്പം ഇവര് നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിക്കാൻ തുടങ്ങി. അവര് ദിവസം ഞങ്ങളെ കൂടെ വളക്കിന് വരും. രാത്രിയായ ഇവിടെ ശല്യമാണ്. ഇവിടെ പറയണ്ട എന്തോ ഒരു വളക്കാന്ന് പറയണ്ട. ഇവര് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ശല്യം കൊണ്ടുവരുന്നുണ്ടായി. ഞങ്ങൾ അത്തി പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു പോലീസുകാരൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ പായിക്കൂ ഇതെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങളെ കാണാൻ നമുക്ക് ഏത് പോലീസാ ഏത് അങ്ങനെയാ ഏത് മറ്റവരാന്നല്ല ഒരു ദിവസം ഒരു ഭയങ്കര ബഹളപ്പാ എന്ത് പറയാണ്. ഇന്നലെ നടന്ന നീക്കത്തോടുകൂടി പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭയാശങ്കകൾ ജനങ്ങളുടെ മനസ്സിൽ നീക്കേണ്ടതിന് അന്വേഷണം അതിന്റെ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18. ഇടവേള. വാർത്തകൾ തുടരുന്നു. നാളെ കൊട്ടിക്കലാശം. കൊട്ടിക്കലാശത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് തീപാറും പ്രചാരണം. വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടപ്രദർശനത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പ് ചെയ്താണ് LDF പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. UDFന്റെ പ്രചാരണത്തിനായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇന്ന് പാലക്കാടെത്തി. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന റോഡ് ഷോയും UDF നടത്തി. നാളെ കൊട്ടിക്കലാശം നടക്കുന്നതിനാൽ വൈകിട്ട് 4:30 മുതൽ 6:30 വരെ പാലക്കാട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് കൌൺസിലർമാരെയും ഉന്നത BJP നേതാക്കളെയും പാർട്ടി മാറ്റാൻ ശ്രമം നടക്കുന്നതായി K. സുരേന്ദ്രൻ. പാലക്കാട് ഭരണ അട്ടിമറിയും 10,000 വോട്ടുമായിരുന്നു ലക്ഷ്യം. 2.5 കോടി രൂപ ഇതിനായി ചെലവാക്കി. ഇക്കാര്യത്തിൽ മധ്യസ്ഥത നിന്ന് ഉറപ്പുകൊടുത്തത് ഒരു മാധ്യമപ്രവർത്തകനെന്നും ആരോപണം. ഇതിന്റെ ഭാഗമായാണ് KC വേണുഗോപാൽ നാഗ്പൂരിലെ പരിപാടി ക്യാൻസൽ ചെയ്ത് കേരളത്തിലേക്ക് ഓടിയെത്തിയതെന്നും സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്നു. പാലക്കാട് കൌൺസിലർമാരെയും ഉന്നത BJP നേതാക്കളെയും പാർട്ടി മാറ്റാൻ ശ്രമം നടന്നെന്ന K. സുരേന്ദ്രന്റെ ആരോപണത്തിന് മറുപടിയുമായി KC വേണുഗോപാൽ. സുരേന്ദ്രന്റെ കയ്യിലല്ലേ ED ഇരിക്കുന്നത്, അന്വേഷണം നടത്തട്ടെ എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. സന്ദീപിനെ കൊണ്ടുവന്നത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമെന്നും KC വേണുഗോപാൽ K. മുരളീധരന് മറുപടി നൽകി. അദ്ദേഹത്തിന്റെ കയ്യിലല്ലേ ED ഇരിക്കുന്നത്, EDയെ കൂടെ അന്വേഷിപ്പിക്കട്ടെ. ഇതൊക്കെ എന്തെങ്കിലും അങ്ങാടി തോറ്റിട്ട് അങ്ങാടി തോറ്റതിന് അമ്മയോട് പറയുന്ന പോലെയല്ലേ ഇതൊക്കെ ഈ കാര്യത്തെക്കുറിച്ചൊന്നും അങ്ങനെ പറയേണ്ട യാതൊരു കാര്യമില്ല. മാത്രമല്ല ഒരു ഡീലിലും വിശ്വസിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. അതൊക്കെ വിശ്വസിക്കുന്ന അവരാണ് ഡീല് നടത്താറുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ വന്ന ഉടനെ സ്ഥാനം കൊടുക്കുന്നതൊക്കെ ആരാണ്, ഏത് പാർട്ടിയാണ്? പാർട്ടി വിട്ട് വന്നാൽ ഉടനെ സ്ഥാനം കൊടുക്കുന്ന ഏത് പാർട്ടിയാണ്? കോൺഗ്രസ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. കോൺഗ്രസ് ലീഡർഷിപ്പ് എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം ഒറ്റക്കെട്ടായിട്ട് എല്ലാവർക്കും ബാധകവുമാണ്. സർപ്രൈസ് അല്ലെന്ന് നിലപാടുകൾ എടുത്തു വരുന്നവരെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ്. കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ പാണക്കാടെത്തി. PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ഉൾപ്പെടെ സന്ദീപ് വാര്യരെ സ്വീകരിച്ചു.
തങ്ങളുടെ അനുഗ്രഹം തേടിയാണ് പാണക്കാട് വന്നതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. സാധികലി തങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു കസേര കിട്ടിയെങ്കിൽ അത് വലിയ കസേര തന്നെയാണ്. ബിജെപിയിലെ നേതാക്കൾ കുഞ്ഞാലിക്കുട്ടിയുടെ വിനയം കണ്ട് പഠിച്ചിരുന്നു എങ്കിൽ എന്ന് പണ്ടേ ആഗ്രഹിച്ചിരുന്നു എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. എൻ്റെ ഈ വരവ്, പ്രത്യേകിച്ചും തങ്ങളുടെ അനുഗ്രഹം തേടിയിട്ടുള്ള എൻ്റെ ഈ വരവ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ഈ പ്രയാണത്തിൽ ഈ കുടുംബത്തിൻ്റെ തങ്ങളുടെ ഒക്കെ അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട്. എങ്ങനെയാണ് ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട് ഒരു മനുഷ്യന് പെരുമാറാൻ സാധിക്കും? ഇത്ര കേരളത്തിലെ ഉന്നതമായ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്ര ഡൗൺ ടു എർത്ത് ആയിട്ട് പെരുമാറാൻ സാധിക്കുന്നത്? ഞാൻ അനുഭവത്തോടെ കണ്ടെന്ന് വിട്ട് എൻ്റെ പാർട്ടിയിലെ പഴയ പാർട്ടിയിലെ ചില നേതാക്കന്മാർ ഇദ്ദേഹത്തെയൊക്കെ കണ്ടു പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അന്നേ ആഗ്രഹിച്ചിരുന്നു. സന്ദീപിന് വലിയ കസേര കിട്ടട്ടെ എന്നാണല്ലോ പറഞ്ഞത്. ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാത്തവരാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വലിയ കസേര തന്നെയാണ്. കൊടപ്പനക്കൽ തറവാട്ടിൽ വന്ന് തങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു കസേര കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. സൗഹാർദ്ദത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് സന്ദീപ് വന്നതിൽ സന്തോഷമെന്നായിരുന്നു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാടുകളൊക്കെ മാറ്റി മതേതരത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഭൂമി, രാഷ്ട്രീയ ഭൂമിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. ക്ഷേത്രങ്ങളൊക്കെ തന്നെ കണ്ട പരിചയമുണ്ട്. ആളുകളുടെ ബന്ധം ഇവിടെ കടന്നു കൂടി ഞങ്ങൾ കൂടുതൽ ആസ്വദിക്കുകയാണ്. എല്ലാ ആശംസകളും വിജയങ്ങളും നേടും. സന്ദീപിന്റെ വരവ് ദേശീയ പ്രാധാന്യമുള്ള സംഭവമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ബിജെപിയാണ് അവസാന അഭയകേന്ദ്രമെന്ന ചിന്താഗതിക്കാണ് സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തോടെ മാറ്റം വന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പാണക്കാട് വന്നു, തങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയുന്നത് മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു അഭിവാഞ്ഛയാണ്. നാളെ UDF എല്ലാ ലീഡേഴ്സിനെയും ശ്രീ സന്ദീപ് വാര്യർ കാണും. അവിടെ ബിഷപ്പ്മാരും അതുപോലെ തന്നെ മതപണ്ഡിതന്മാരെല്ലാവരും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു കൾച്ചർ, ജീവിതം വേണം എന്നുള്ളതാണ്. ഒരു വളരെ വിഭാഗീയമായ തരത്തിൽ പോകുന്നതിനോട് താല്പര്യമില്ല, അത് മനം മടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ഏറ്റവും വലിയ വശം. അവസാന അഭയകേന്ദ്രം BJP അല്ല. അവസാനം ഇന്ത്യയെ രക്ഷിക്കാൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും തന്നെ സാധിക്കുള്ളൂ എന്നുള്ളത് ആണ് ഇന്നിപ്പോൾ ഇവിടെ കുറിച്ചിരിക്കുന്ന ഈ തർക്കത്തിൻ്റെ അർത്ഥം. കൂടുതൽ വരും, സംശയമില്ല. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്ദീപ് കോൺഗ്രസിലെത്തിയതിൽ ലീഗ് അണികൾക്ക് അമർഷമുണ്ട്. പാണക്കാട് പോയതുകൊണ്ട് അത് മാറില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരാൾ വന്നപ്പോ സ്വാഭാവികമായും ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ. അറിയുന്ന കൂട്ടത്തിൽ ലീഗ് അണികളുമുണ്ടല്ലോ. പാലക്കാട്ടുള്ള ലീഗ് അണികളും മതനിരപേക്ഷ ചിന്താഗതിക്കാരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചത് എന്ന് നല്ലതുപോലെ അറിയാവുന്നവരാണല്ലോ. അവരിലെല്ലാമുള്ള അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി 2 വർത്തമാനം പറഞ്ഞാൽ ശമിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഈ സന്ദർശനത്തിന്റെ പിന്നിലെന്ന് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയും. സാദിഖലി തങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രി. സാദിഖലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണ അനുയായിയെപ്പോലെ പെരുമാറുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോഴത്തെ സാദിഖലി തങ്ങളെ പോലെയല്ല. സാദിഖലി തങ്ങൾ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണഗതിയിലുള്ള ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണ്. പാണക്കാട് തങ്ങൾക്ക് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. മുഖ്യമന്ത്രിയുടെ വിമർശനത്തിനാണ് മറുപടി. സന്ദീപ് വാര്യർ BJP വിട്ടപ്പോൾ ഇടതുപക്ഷത്താണ് കൂട്ടക്കരച്ചിലെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. സന്ദീപ് വാര്യർ BJP വിട്ടപ്പോ കൂട്ടക്കരച്ചില് ഇടതുപക്ഷത്താണ്. വലിയ സങ്കടം. മുഖ്യമന്ത്രി വരെ
സന്ദീപ് വാര്യർ കോൺഗ്രസ് പോയതിലാണ് വലിയ ഷോക്ക്. അതിന് പാണക്കാട് സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതിന് തങ്ങൾക്ക് വരെ കുറ്റം. തങ്ങന്മാരൊന്നും ഒരു പൊസിഷനിലും വരുന്നവരല്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെയോ മുഖ്യമന്ത്രിയുടെയോ ആരുടെയും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് തങ്ങൾക്കൊണ്ട് ആവശ്യമില്ല. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്നതിൽ സിപിഎമ്മിന് അസ്വസ്ഥത എന്തിനെന്ന് വി ഡി സതീശൻ. RSSൽ നിന്ന് വന്നവരെ മാലയിട്ട് സിപിഎം കണ്ണൂരിൽ സ്വീകരിച്ചതാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ട് ഇനിയും പലരും കോൺഗ്രസിൽ ചേരും. സന്ദീപ് വാര്യർ സിപിഎമ്മിൽ ചേർന്നിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്ക് ബാബറി മസ്ജിദ് കുഴപ്പമുണ്ടാകില്ലായിരുന്നു എന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഈ ബാബറി മസ്ജിദിന്റെ രാഷ്ട്രീയവും ഈ മതേതര രാഷ്ട്രീയവും കണ്ണൂരിൽ RSS CPM നേതാക്കന്മാരെ കൊല്ലാൻ നേതൃത്വം കൊടുത്ത അവരുടെ കൊല്ലാൻ നേതൃത്വം ഒരു കാലത്ത് CPM RSS സംഘർഷം ഉണ്ടായിരുന്ന കാലത്ത് ഒരു വശത്ത് നിന്ന് RSSനത് നേതൃത്വം കൊടുത്ത ഒരു നേതാവിനെ CPMലേക്ക് മാലയിട്ട് സ്വീകരിച്ചല്ലോ. അന്ന് എവിടെ പോയി ഇദ്ദേഹത്തിൻ്റെ ആദർശം? പറയുമ്പോൾ ഒന്ന് ഓർത്ത് പറഞ്ഞാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഈ സ്വന്തം ബുദ്ധിമുട്ട് പുറത്താവും. ഇനിയും ആളുകൾ വരും. വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട്, ഈ ദുർഭരണത്തിൻ്റെ രാഷ്ട്രീയം വിട്ട്, ഈ ജീർണതയുടെ രാഷ്ട്രീയം വിട്ട് ഒരുപാട് പേര് വരും. മുഖ്യമന്ത്രി സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നുവെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. പാണക്കാട് തങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ സംഘപരിവാറിന് സുഖിക്കുമെന്ന് കരുതിയാണ് മുഖ്യമന്ത്രി പലതും പറയുന്നത്. നേരത്തെ മുസ്ലിം ലീഗിനെ സുഖിപ്പിച്ചെങ്കിലും അവർ വരില്ലെന്ന് മനസ്സിലായെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇപ്പൊ പാണക്കാട് തങ്ങൾ മോശക്കാരനായി. കാരണം പാണക്കാട് തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് UDF ഇട്ടുപോകുമെന്നും വാർത്ത പ്രചരിപ്പിച്ചു CPM. അപ്പോൾ പാണക്കാട് തങ്ങൾ ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? UDFൽ നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, LDFിലേക്ക് പോകാൻ ഒരു കാരണം പോലും ഇല്ല എന്ന ഉറച്ച നിലപാടെടുത്ത്. അതിൻ്റെ അസ്വസ്ഥതയാണ്. അപ്പോൾ പാണക്കാട് തങ്ങളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ ഭൂരിപക്ഷത്തെയും അതുപോലെ സംഘപരിവാർ ശക്തികളെയും സന്തോഷിപ്പിക്കാം എന്നാണ്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിലെ എതിർപ്പ് പരസ്യമാക്കി കെ മുരളീധരൻ. സന്ദീപ് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടുണ്ട്, ഗാന്ധിവധത്തെ ന്യായീകരിച്ചിട്ടുണ്ട്. സന്ദീപ് കോൺഗ്രസിൽ ചേരുന്നത് താൻ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് എന്നും കെ മുരളീധരൻ പറഞ്ഞു. സന്ദീപ് വന്നില്ലെങ്കിലും പാലക്കാട് UDF ജയിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പൊളിറ്റിക്കൽ ക്രിറ്റിസിസം ഉണ്ട്, പേഴ്സണൽ ക്രിറ്റിസിസം ഉണ്ട്. ഇന്നലെ സന്ദീപ് വാര്യർ നടത്തിയത് പൊളിറ്റിക്കലാണ്. ആര് സുരേന്ദ്രനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഞങ്ങളും അംഗീകരിക്കുന്ന കാര്യം. അത് പൊളിറ്റിക്കൽ അറ്റാക്കാണ്. അത് 100% ശരിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അതൊന്നുമല്ല. ഈ 2 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് വാര്യരുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത്. പക്ഷേ പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു, അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. അത് ഇന്നലെ മുതൽ കോൺഗ്രസ്സുകാരനായി. ഇന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടതോടുകൂടി അത് UDFകാരന് വന്നു. സന്ദീപ് വാര്യർ CPMുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ. AK ബാലനും MP രാജേഷുമായി സന്ദീപ് വാര്യർ ചർച്ച നടത്തി. CPMലേക്ക് പോകാനും ആലോചിച്ചിരുന്നു. അത് മറികടന്നാണ് കോൺഗ്രസ് പാളയത്തിലേക്ക് സന്ദീപിനെ എത്തിച്ചതെന്ന് ഹരിഗോവിന്ദൻ ന്യൂസ് 18നോട് പറഞ്ഞു. സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ചുക്കാൻ പിടിച്ച നേതാവാണ് ഹരിഗോവിന്ദൻ. CPMലേക്ക് പലരും ഉറപ്പിച്ചിരുന്ന സന്ദീപ് വാര്യർ, BJP നേതാവെന്ന സന്ദീപ് വാര്യർ വളരെ പെട്ടെന്നാണ് ഇന്നലെ കോൺഗ്രസിന്റെ ഓഫീസിലെത്തി കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനം അറിയിച്ചത്. അക്ഷരാർത്ഥത്തിലൊരു കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കമായിരുന്നു. ആ നീക്കത്തിന് ചുക്കാൻ പിടിച്ചത് KPCC സെക്രട്ടറി കൂടിയായ ഹരിഗോവിന്ദനാണ്. മാഷ് എങ്ങനെയായിരുന്നു ഈ ഒരു മൂവിലേക്ക് എത്തിയത്? KPCCയും കോൺഗ്രസ് നേതൃത്വവും എനിക്ക് ഈ വെസ്റ്റ് മണ്ഡലത്തിനാണ് ചാർജ്. ഇവിടെ BJP ആണല്ലോ വളരെ കൂടുതൽ. BJP ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് നമുക്ക് കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് നമ്മുടെ ദൗത്യം. അപ്പോൾ അങ്ങനെ BJPക്കുള്ള പലരുമായിട്ട് സംസാരിച്ചപ്പോൾ സന്ദീപ് വാര്യരുടെ ഇങ്ങനെ ഒരു അവസ്ഥ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒന്ന് മുട്ടി നോക്കിയാലോ എന്ന് നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയായിരുന്നു. അല്ല, നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെ അധ്യാപക സംഘടന പ്രവർത്തകയായിരുന്നു. ചെത്തലൂർ സ്കൂളിലെ UP സ്കൂൾ പ്രധാനാധ്യാപികയായിരുന്നു. ഞാൻ നേരത്തെ കുടുംബമായിട്ട് അറിയാം. പിന്നെ സന്ദീപ് എൻ്റെ ഒറ്റപ്പാലത്തെ നിയോജകമണ്ഡലത്തിലാണ്, ദശനട്ട പഞ്ചായത്തിലാണ്. അപ്പോൾ ഒന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു. സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ അദ്ദേഹം പങ്കുവച്ചു. നമ്മളത് നേതൃത്വത്തെ സംസാരിച്ചു. നേതൃത്വം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ മാറ്റി നമ്മൾ തിരികെ കൊണ്ടുവന്നു. ഈ CPMലേക്ക് പോകാൻ തയ്യാറ് നിൽക്കുകയായിരുന്നു സന്ദീപ് വാര്യർ എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. അത് എല്ലാ മീഡിയയും പറഞ്ഞാണല്ലോ. അദ്ദേഹത്തോടും CPMൻ്റെ നേതാക്കന്മാർ AK ബാലനും മന്ത്രി രാജേഷും MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചു. രാത്രി 2:30 മണിക്ക് വരെ വിളിച്ച് സംസാരിച്ചു എന്നാണ് പറഞ്ഞു. അദ്ദേഹം അത് അങ്ങോട്ട് പോകാൻ
മനസ്സ് തയ്യാറല്ല അവരൊരു ഓഫറൊക്കെ ആയി അദ്ദേഹം എന്തായാലും പോകാനൊരു ധാരണയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സന്ദീപ് ചർച്ച നടത്തിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, CPM നിങ്ങൾ പോകുന്നത് ശരിയാണോ? ക്ലാസ് മുറിയിൽ വെട്ടിക്കൊന്ന ജയകൃഷ്ണ മാഷ് നമ്മളൊക്കെ അധ്യാപകരാണല്ലോ, അതൊക്കെ നമ്മുടെ മനസ്സിൽ തിളങ്ങി നിൽക്കല്ലേ. അത് നിങ്ങളെപ്പോലെ ഒരാൾ പ്രവർത്തിക്കേണ്ട ഒരു പാർട്ടിയല്ല CPM. കുറച്ചും കൂടി ദേശീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്താണോ സനാതന ഹിന്ദുവാണ് ഞാനിന്ന് ഉറക്കെ പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ ഈ പാതയിലേക്ക് വരല്ലേ നല്ലത്. നിങ്ങൾക്ക് ഇവിടെയാണല്ലോ കൂടുതൽ സ്പേസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ആലോചിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. പുള്ളിയുടെ ആശങ്ക പറഞ്ഞു, കോൺഗ്രസ് ഒരു വലിയ പ്രസ്ഥാനമാണ്, ഇവിടുത്തെ ഒരു വലിയ സ്വാതന്ത്ര്യം അറിയാലോ. അപ്പോൾ അദ്ദേഹത്തെ പോലെ പ്രവർത്തിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇവിടെ വന്നാൽ അദ്ദേഹത്തിന് എങ്ങനെയായിരിക്കും സ്വീകരിക്കുക, അദ്ദേഹത്തിന് എന്തായിരിക്കും റോള്, അദ്ദേഹത്തെ എങ്ങനെ പ്രവർത്തിപ്പിക്കും, അതൊക്കെ നേതൃത്വത്തിൽ ഉറപ്പ് കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആലോചിക്കാം എന്ന് പറയുകയും നമ്മളത് നേതൃത്വം ചർച്ച ചെയ്യുകയും പിന്നെ ബെന്നി ബെഹനാൻ MP, PV മോഹനൻ, നമ്മുടെ ദീപദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഡിസ്കസ് ചെയ്ത് അവരൊക്കെ നിർദ്ദേശപ്രകാരം നമ്മളൊരു ശ്രമം നടത്തിയതാണ്. അത് ഫലം കണ്ടു എന്നുള്ള സത്യം. എന്ത് റോളാണ് സന്ദീപിനെ പാർട്ടിയിൽ കൊടുക്കാൻ ഉറപ്പ് കൊടുക്കുന്നത്? പാർട്ടിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന റോൾ എന്തെങ്കിലും കൊടുക്കും. പാർട്ടി ഒരുപാട് സ്ഥാനങ്ങളുണ്ടല്ലോ, പാർട്ടിയിൽ എന്തെങ്കിലും സംസ്ഥാനത്തിൽ തന്നെ ഒരു ഭാരവാഹിത്വം. നല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റ് പാർട്ടിയിൽ പ്രതീക്ഷിക്കും. ഈ കോയമ്പത്തൂരൊക്കെ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നു. കോയമ്പത്തൂർ വെച്ച് കൂടിക്കാഴ്ച നടത്തി പറയാൻ അദ്ദേഹത്തെ ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹം ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ പോയി സംസാരിക്കാൻ എന്നുള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഞങ്ങളൊക്കെ ഇവിടുന്ന് വിട്ടു നിൽക്കുന്നത് ശരിയല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി സൗകര്യമായി 50-50 ഒരു എടുത്താണ്. അദ്ദേഹം അവിടെ നിങ്ങൾ വരാം, ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് പോകാം, മിഡിൽ കാണാം. ആ മിഡിലെത്തിയപ്പോൾ ഇവിടെ ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇല്ല, എന്നെയും മോഹനം PV മോഹൻജിയാണ് ചുമതലപ്പെടുത്തി. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു. ഇതിൽ സന്ദീപിനെ പാർട്ടി നേതാക്കളൊക്കെ സ്വീകരിച്ചു, പ്രവർത്തകരും അണികളും ഒക്കെ സ്വീകരിക്കുമെന്ന് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും സ്വീകരിക്കും. ഇപ്പോൾ മുനിസിപ്പാലിറ്റി തന്നെ നല്ല കൗൺസിലർമാർ പോയി കണ്ടു എന്നല്ലേ പറഞ്ഞത്. അതിൽ ധാരാളം നല്ല പ്രവർത്തകരുകൾ എനിക്കറിയാം. സന്ദീപിൻ്റെ പൊട്ടൻഷ്യാലിറ്റി അറിയാം. പ്രത്യേകിച്ച് BJP ഒരാൾ കോൺഗ്രസിലേക്ക് വരിക, അത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. സാധാരണ പുറത്ത് വന്നിട്ടുണ്ടായിരിക്കാം. ഓപ്പറേഷൻ താമര CPM-ലേക്ക് പോകാൻ തീരുമാനിച്ചതാണ്. അതും അതെ, അവിടുന്ന് പിടിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും CPM അദ്ദേഹം അല്ല പോകാൻ അദ്ദേഹത്തിന് നമ്മൾ വിളിക്കാത്തപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് സേഫ് തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ കോൺഗ്രസ്സിന് എന്താ പറയുക, ഈ ഓപ്പറേഷൻ ഹസ്ത നമ്മുടെ കൈപ്പത്തി ഇവിടെ നിന്നുള്ള വരുന്നത് നടക്കുമെന്ന് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുള്ള അവസരം കൂടി ഇതിനെ കണ്ടു. അതിന് പാർട്ടി തന്നെ നിയോഗിച്ചാൽ പാർട്ടിയോടും കൂടി നന്ദി പറയാൻ അവസരം വിനിയോഗിക്കുക. ഏതായാലും സമീപകാലത്തും കോൺഗ്രസ് നടത്താത്തൊരു നീക്കമായിരുന്നു. കാരണം വളരെ രഹസ്യമായി ഇത്തരം കാര്യങ്ങളൊക്കെ നടത്താൻ കോൺഗ്രസിന് കെൽപ്പുണ്ടോ സംശയിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അതീവ രഹസ്യമായി ഒരു ഓപ്പറേഷൻ നടത്തി വിജയിച്ചിരിക്കുന്നു കോൺഗ്രസ്. അതിൻ്റെ പരിണിത ഫലം എന്താകും, അതിൻ്റെ റിസൾട്ട് എന്താകും എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഏതായാലും കോൺഗ്രസിൻ്റെ ഓപ്പറേഷന് നേതൃത്വം നൽകിയ ഹരിഗോവിന്ദനാണ് നമ്മൾ സംസാരിച്ചത്. പ്രദീപ് കോങ്ങാടിനൊപ്പം BV അരുൺ, News 18 പാലക്കാട്. PD സതീശന് കണ്ടകശനിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. സന്ദീപ് വാര്യർക്കൊപ്പം കൌൺസിലർമാർ പോകുമെന്നത് ദിവാസ്വപ്നമാണ്. സ്വപ്നം കാണുന്നതിന് ടാക്സ് കൊടുക്കേണ്ടതില്ലെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി VD സതീശൻ ചർച്ച നടത്തിയെന്ന ആരോപണത്തിന് കോൺഗ്രസിന് മറുപടിയില്ല. PDP ബന്ധത്തിലാണ് CPM എന്നും സുരേന്ദ്രൻ പറഞ്ഞു. VD സതീശൻ ഇപ്പോൾ നല്ല കണ്ടക ശനിയാണ്. എവിടെയെങ്കിലും പോയി ഒന്ന് നോക്കുന്നത് നല്ലതാണ്. VD സതീശന് അവസാന ലാപ്പിൽ ചെയ്തത് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിശകലനം ചെയ്യാം. അങ്ങനെ സ്വപ്നങ്ങൾ കാണാൻ ആർക്കും അവകാശമില്ല. ടാക്സ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്വപ്നം കാണാൻ എന്തിനാണ് നികുതി അടയ്ക്കുന്നത്? അതുണ്ടാക്കുന്ന ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിശകലനം ചെയ്യാം. ഞാനിപ്പോൾ അത് പറഞ്ഞ് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? K. സുരേന്ദ്രൻ എന്തും പറയാൻ നാണമില്ലാത്ത ആളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കള്ളപ്പണക്കേസിൽ ജയിലിൽ പോകേണ്ട ആളാണ്, മുഖ്യമന്ത്രിയെ കൂട്ടുപിടിച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് മറുപടി പറയേണ്ടതില്ലെന്നും സതീശൻ പറഞ്ഞു. എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. നാണം കെട്ട് നിൽക്കുകയാണ്. 41 കോടി 40 ലക്ഷം രൂപ കള്ളപ്പണം കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പോലീസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് EDയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന ആ കേസിലെ പ്രതിയാകേണ്ട ആളാണ്. പിണറായി വിജയനെ സ്വാധീനിച്ച് ആ കേസിലെ സാക്ഷിയായി. മഞ്ചേശ്വരം കോഴക്കേസിൽ ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്. പിണറായി വിജയൻ്റെ കാല് പിടിച്ച് ആ കേസിൽ നിന്ന് വിടുതൽ നേടി നിൽക്കുന്ന ആളാണ്. CPM ബാന്ധവമാണ്. രാവിലെ തൊട്ട് വർഗീയതയുടെ വിഷം മാത്രം വാതുറന്ന തുപ്പുന്ന ഒരാൾക്ക് ഞാനെന്തിനാ മറുപടി പറയണത്? കോൺഗ്രസിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹം തള്ളി CPM നേതാവ് PK ശശി. അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. ആരുമായും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. തന്നെ നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ശശി News 18നോട് പറഞ്ഞു.
ഞാനറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്നോട് ഇപ്പൊ ഒരാളൊരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. ശശി പെൺമായി ചർച്ച ചെയ്യുന്നു കോൺഗ്രസ്. ഞാന് നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ചാനല് തന്തയില്ലാത്ത പണിയാണ് കാണിക്കുന്നത്. റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ നല്ല മാർഗം സ്വീകരിക്കുന്നതിന് പകരം പൂർണ്ണമായും സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ കുറെ കാലമായിട്ട് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ കുറെ നാളുകളായി ഞാൻ ജർമ്മനിയിലാണ്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഒഫീഷ്യൽ ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രാങ്ക്ഫർട്ടിലും മ്യൂണിക്കിലും 2 പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിവസങ്ങളായി ജർമ്മനിയിലാണ്. കേരളത്തിന്റെ ടൂറിസ്റ്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, ഞാനും അവിടെയുണ്ട്. അവിടെ നിന്ന് ഇന്ന് രാവിലെയാണ് കൊച്ചിയിൽ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി നാട്ടിലേക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഈ ആകെ മാറുകയാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തലയ്ക്ക് വലിയ ഗിഡ്നസ്. ഇപ്പോഴാണ് ഇപ്പം മാറ്റം വന്നത്. അപ്പൊ കംപ്ലീറ്റ് കിടക്കുകയാണ്. അതിന്റെ ഇടയിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ 3 മണിക്ക് എണീറ്റപ്പോഴാണ് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയുന്നത് റിപ്പോർട്ടർ ചാനലുകാർ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ബെന്നി ബഹനാൻ എന്ന് പറയുന്ന ആളുമായിട്ട് എനിക്ക് ഒരു ബന്ധം പരിചയം പോലും ഇല്ല ഒരാളാ. എനിക്ക് അതിലായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അതുമല്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ലാലോ. പച്ച തോണി അത് എന്നെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ചില ആളുകളുടെ നീക്കത്തിന്റെ ഭാഗമാണ്. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കേന്ദ്രവും കേരളവും വയനാടിനെ മറന്നു. കേന്ദ്ര സഹായമില്ലെങ്കിലും വയനാട് പുനരധിവാസം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. സഹായം തരാതെ പുനരധിവാസം തടുത്തു കളയാമെന്ന വ്യാമോഹം വേണ്ട. പ്രധാനമന്ത്രി ഓടിയെത്തിയെങ്കിലും ഇതേവരെ ഒരു സഹായവും ലഭിച്ചിട്ടില്ല. കേരളത്തിന് അവകാശപ്പെട്ട സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുനരധിവാസം സഹായം തരാതെ തടുത്തു കളയാമെന്ന ധാരണ വേണ്ട. അത് കേവലം വ്യാമോഹം മാത്രമായിരിക്കും. ഞങ്ങൾ പ്രഖ്യാപിച്ച പുനരധിവാസം ഒരു ടൗൺഷിപ്പും അവിടെ മതിയായ സൗകര്യങ്ങളോടെയുള്ള താമസ സൗകര്യവും അതോടൊപ്പം പൊതുവായ ഒരു സമൂഹത്തിന് എന്തെല്ലാം വേണോ അതെല്ലാം അടങ്ങുന്ന ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കലുമാണ്. അവിടെ ജീവസന്ധാരണ മാർഗമൊരുക്കും. അവിടെയുള്ള സ്ത്രീകൾക്ക് വിവിധ തൊഴിലെടുക്കാൻ പറ്റിയ നൈപുണ്യ പരിശീലനം നൽകും. അങ്ങനെ എല്ലാം കൊണ്ടും മാതൃകാപരമായ ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക. ലോകം ശ്രദ്ധിക്കുന്ന മാതൃകയാകുന്ന തരത്തിലുള്ള പുനരധിവാസമാണ് അവിടെ നടത്താൻ പോകുന്നത്. അതാർക്കും തടയാൻ കഴിയില്ല. LDF സർക്കാർ പ്രഖ്യാപിച്ചതാണ്. നാടാകെ അതിനോടൊപ്പമുണ്ട്. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വയനാട് ഉരുൾപൊട്ടലിൽ കൃത്യമായ റിപ്പോർട്ട് നൽകാതെ കേന്ദ്ര സർക്കാർ കേരളത്തിന് എങ്ങനെ പണം നൽകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ആന്ധ്രാപ്രദേശ് കൃത്യമായി മെമ്മോറാണ്ടം കൊടുത്തു. കേരളത്തിന്റെ കയ്യിൽ ചെലവഴിക്കാനുള്ള പണമുണ്ട്. ഇതെന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല എന്ന് കോടതി തന്നെ ചോദിക്കുന്നുണ്ട്. മോദിയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ സഹായം കേരളത്തിന് കിട്ടിയതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതായത് മാതൃഭൂമി പത്രത്തിൽ ഇന്ന് കൊടുത്തിരിക്കുന്ന വാർത്ത, ഞങ്ങൾ കേന്ദ്ര സഹായത്തിനുള്ള അന്തിമമായിട്ടുള്ള കണക്ക് 2500 കോടിയുടെ കണക്കും പറയുന്നുണ്ട്. ഈ കണക്കൊന്നും കൊടുക്കാതെ ഹർത്താൽ നടത്തിയോണ്ട് പൈസ കിട്ടുമോ? വിശദമായിട്ടുള്ള കണക്ക് വേണം, സർവേ വേണം. ഞങ്ങളത് ആദ്യമേ പറയുന്ന കാര്യമാണ്. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് കേരളം കാത്തിരിപ്പ് തുടങ്ങിയിട്ട് മാസം 4 പിന്നിടുന്നു. സംസ്ഥാനത്തിന്റെ ആവശ്യം ന്യായമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി വൈകുന്നത്? ഒടുവിൽ ഹൈക്കോടതിക്ക് പോലും ഇതിൽ ഇടപെടേണ്ടി വന്നു. വയനാട് വിഷയത്തിൽ ഇതുവരെ തീരുമാനമായില്ലെന്ന വിശദീകരണത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനവും ഏൽക്കേണ്ടി വന്നു. കോടതി ഇടപെടലിൽ മാത്രമാണ് ഇനി കേരളത്തിന്റെ പ്രതീക്ഷ. വയനാട് ദുരന്തത്തിൽ പുനരധിവാസം വൈകുന്നതിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതിൽ തുടങ്ങിയതാണ് വാദപ്രതിവാദങ്ങൾ. വയനാടിന് മാത്രമായ ഒരു പാക്കേജാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. എന്നാൽ സംസ്ഥാനത്തിനൊട്ടാകെ നൽകിയിരിക്കുന്ന ദുരിതാശ്വാസ പാക്കേജിന്റെ കണക്കാണ് കേന്ദ്രം പറയുന്നത്. കേരളത്തിന് കേന്ദ്രം സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കുകയാണെന്ന വാദവും സംസ്ഥാനം ഉയർത്തി. ഇതിന് കേന്ദ്രം നൽകിയ മറുപടി ഇങ്ങനെ: സംസ്ഥാനത്തിന്
STRF പ്രവർത്തനങ്ങൾക്കായി 2024-25 സാമ്പത്തിക വർഷത്തിലേക്ക് 388 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 291 കോടി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിൽ നിന്നുള്ളതാണ്. ആദ്യ ഗഡുവായ 145.6 കോടി രൂപ ഓഗസ്റ്റ് 31 സംസ്ഥാനത്തിന് നൽകിയിരുന്നു. 2024 ഏപ്രിൽ 1 കണക്ക് പ്രകാരം സംസ്ഥാനത്തിന്റെ STRF ഫണ്ടിൽ 394 കോടി രൂപ ബാലൻസ് ഉണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. രണ്ടാം ഗഡുവായ 145.6 കോടി രൂപ ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. എന്നാൽ STRFന്റെ കേന്ദ്ര വിഹിതത്തിനു പുറമെ 219.2 കോടി രൂപയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. എന്നാൽ കേരളത്തിന് മുഴുവനായി ഡിസാസ്റ്റർ മാനേജ്മെന്റിന് നൽകിയ തുകയാണ് കേന്ദ്രം പറയുന്ന കണക്ക്. വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുന്നയിച്ച് സംസ്ഥാനത്തിന്റെ പ്രതിനിധിയെന്ന നിലയിൽ KV തോമസ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് നൽകിയ മറുപടി ഹൈക്കോടതിക്ക് മുൻപാകെ സംസ്ഥാനം സമർപ്പിച്ചു. നിലവിൽ STRF, NDRF ചട്ടങ്ങളിൽ ഒരു ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാനദണ്ഡമില്ലെന്നും STRF ചട്ടപ്രകാരം നോട്ടിഫൈ ചെയ്ത 12 ദുരന്തങ്ങളിൽ ഒന്നാണ് മിന്നൽ പ്രളയമെന്നും കത്തിൽ പറയുന്നു. മാത്രമല്ല, പ്രകൃതി ദുരന്തങ്ങൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ചട്ടം നിലവിലില്ലെന്നും പുനരധിവാസത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേന്ദ്രത്തിന് കേരളത്തോട് അമർഷമാണെന്നും രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ടാണ് കേരളത്തെ അവഗണിക്കുന്നതുമെന്നുമുള്ള വിമർശനം ശക്തമാകുമ്പോഴും STRFിലെ കണക്കാണ് വീണ്ടും കേന്ദ്രം നിരത്തുന്നത്. ദുരന്തങ്ങളുടെ റിപ്പോർട്ട് നൽകാതെ തന്നെ ബീഹാർ, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകിയ സഹായവും കേരളം ഉയർത്തിക്കാട്ടുന്നു. അതേസമയം ചൂരൽമല, മുണ്ടക്കൈ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യത്തിൽ ഈ മാസം തന്നെ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തം നടന്ന് 4 മാസമായിട്ടും ഉന്നതതല സമിതി ചേർന്നിട്ടില്ലെന്ന കേന്ദ്രത്തിന്റെ മറുപടിയിൽ കോടതി അതൃപ്തി അറിയിച്ചു. വിഷയത്തിൽ കേന്ദ്രത്തിന് സമയപരിധി നിശ്ചയിക്കണമെന്ന അമിക്കസ് ക്യൂറിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 30-നുള്ളിൽ തീരുമാനം അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിന് പുനരധിവാസം ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതുപോലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ദുരന്തം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത് എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ന്യൂസ് 18 കൊച്ചി. മുനമ്പത്തേത് വഖഫ് ഭൂമിയെന്ന നിലപാടിലുറച്ച് AP സുന്നി വിഭാഗവും അനധികൃത കച്ചവടത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും മുഖപത്രമായ സിറാജ് ദിനപത്രത്തിലെ ലേഖനം ആവശ്യപ്പെടുന്നു. ഞായറാഴ്ച സമരത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ സംഘടനകളും മുനമ്പത്തെ പ്രതിഷേധ വേദിയിൽ എത്തി. സമസ്തയ്ക്ക് പിന്നാലെ AP സുന്നി വിഭാഗവും മുനമ്പത്തേത് വഖഫ് ഭൂമി നിലപാടിലാണ്. മുഖപത്രമായ സിറാജ് ദിനപത്രത്തിൽ OM തരുവണയുടെ ലേഖനത്തിലൂടെയാണ് വിഷയത്തിൽ AP സുന്നി വിഭാഗം പരസ്യമായി രംഗത്ത് വന്നത്. വഖഫ് ഭൂമി തിരിച്ചു കിട്ടണം, ഇരകൾക്ക് നീതിയും എന്ന തലക്കെട്ടോടെയാണ് ലേഖനം. വഖഫ് ഭൂമി വിട്ടുകൊടുക്കാനാവില്ല, സമുദായത്തിന് വഖഫ് സ്വത്തുക്കൾ തിരിച്ചു കിട്ടിയേ പറ്റൂ, ഇരകൾക്ക് നീതിയും കിട്ടണം. ഇത് നീതിയുടെ 2 പുറമാണ്, ഒന്നിൽ മാത്രം ഉരുളരുത്. വഖഫ് ഭൂമിയുടെ ആധാരവും കൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ ചെന്നാൽ ഒരു രജിസ്ട്രാറും വിൽപ്പനാധാരം ചെയ്തു കൊടുക്കില്ല. മുനമ്പം, തലപ്പുഴ, ചാവക്കാട് എന്നിവിടങ്ങളിൽ പിന്നെങ്ങനെ വഖഫ് ഭൂമി രജിസ്റ്റർ ചെയ്ത് കിട്ടി? ഇതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണമെന്നും ലേഖനം ആവശ്യപ്പെടുന്നു. അതേസമയം മുഖ്യമന്ത്രിയുമായി ചർച്ച തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പ്രതിഷേധം മയപ്പെടുത്തേണ്ടതില്ല നിലപാടിലാണ് സമരസമിതി. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ശക്തമായ സമരം തുടരും. ഞായറാഴ്ച വിവിധ ദേവാലയങ്ങളിലെ പ്രതിനിധികളും സംഘടനകളും സമരത്തിന് പിന്തുണയുമായി എത്തി. സമരത്തിന് പിന്തുണയുമായി BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മുനമ്പത്തെത്തും. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വ്യാപക അക്രമം. കോൺഗ്രസ് പ്രവർത്തകർ കടകൾ അടപ്പിച്ചു, വാഹനങ്ങളും തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായി. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് പോലീസ് സഹായത്തോടെ CPM അട്ടിമറിച്ചെന്നാരോപിച്ചാണ് കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നെങ്കിലും നഗരത്തിലെ ജനജീവിതത്തെ ഹർത്താൽ കാര്യമായി ബാധിച്ചിരുന്നില്ല. സ്വകാര്യ ബസ്സുകളടക്കം സർവീസ് നടത്തുകയും കടകൾ തുറക്കുകയും ചെയ്തു. ഹർത്താലിനോട് സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പ്രകടനമായെത്തിയ ഹർത്താൽ അനുകൂലികൾ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു, കടകൾ നിർബന്ധിച്ചടപ്പിച്ചു. ബസ് ജീവനക്കാരും കടയുടമകളും സമരാനുകൂലികളും തമ്മിൽ പലയിടങ്ങളിലും വാക്കേറ്റമുണ്ടായി.
ദീർഘദൂര ബസ്സുകൾക്കൊപ്പം സിറ്റി ബസ്സുകളും സർവീസ് നടത്തിയതാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. രാഷ്ട്രീയപരമായി നേഹരായും നേരിടും. ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കും, ഒരു സംശയവുമില്ല. നിങ്ങളിത് കണ്ടില്ലേ, കേരളത്തിന്റെ ചരിത്രത്തിൽ അടുത്തൊന്നും കേട്ടുകളില്ലാത്ത പണ്ട് കണ്ണൂരിൽ നടക്കുന്ന രീതിയാണ് കോഴിക്കോട് വായിപ്പിച്ചത്. ഇതിന് CPM-നെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും. ഭരിക്കുന്ന സംഘടനയെ കൊണ്ടും ഭരിക്കുന്ന പാർട്ടിയെ കൊണ്ടും സർക്കാരിനെ കൊണ്ടും പോലീസിനെ കൊണ്ടും ഉദ്യോഗസ്ഥരെ കൊണ്ടും മറുപടി പറയിച്ചിട്ടേ കോൺഗ്രസിന് വിഷയമുള്ളൂ. കടകൾ നിർബന്ധിച്ചടപ്പിക്കാനുള്ള ശ്രമങ്ങൾ കടയുടമകൾ എതിർത്തു. പോലീസ് ഇടപെട്ടതോടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ പലവട്ടം കയ്യാങ്കളിയുണ്ടായി. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഇന്നലെ നടന്ന ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതർ CPM പിന്തുണയോടെ ഭരണം പിടിച്ചിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. നൈജീരിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൈജീരിയയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരം സമ്മാനിച്ചു. ഗ്രാൻഡ് കമാൻഡർ ഓഫ് ഓർഡർ ഓഫ് നൈജർ നൽകിയാണ് ആദരിച്ചത്. എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ഈ ബഹുമതി ലഭിക്കുന്ന വിദേശ ഭരണാധികാരിയാണ് മോദി. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ചിനുബുമായി മോദി കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് നരേന്ദ്രമോദി നൈജീരിയയിലെത്തിയത്. 17 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത്. ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണം നടത്തിയത്. വിവിധ പേലോഡുകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലിന് 1500 കിലോമീറ്ററിലേറെ പ്രഹരശേഷിയുണ്ട്. ഇതോടെ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യയുള്ള ചുരുക്കം രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തി. ചരിത്ര നിമിഷമെന്നും സൈനിക ശേഷിയിൽ ഇന്ത്യയ്ക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. മണിപ്പൂരിൽ BJPക്ക് തിരിച്ചടിയായി നാഷണൽ പീപ്പിൾസ് പാർട്ടി NDA സഖ്യം വിട്ടു. സംസ്ഥാന സർക്കാരിനുള്ള പിന്തുണ NPP പിൻവലിച്ചതായി അറിയിച്ച് NPP JP നദ്ദയ്ക്ക് കത്ത് നൽകി. സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് NPP അധ്യക്ഷനും മേഘാലയ മുഖ്യമന്ത്രിയുമായ കോൺറാഡ് സാങ്മ വ്യക്തമാക്കി. 60-അംഗ മന്ത്രിസഭയിൽ 7 അംഗങ്ങളാണ് NPPക്കുള്ളത്. 37 അംഗങ്ങൾ BJPക്കുണ്ട്. NPP പിന്തുണ പിൻവലിച്ചെങ്കിലും ബരൺ സിംഗ് സർക്കാർ വീഴില്ല. BJP കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് NPP. മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്കും മറാത്ത വിഭാഗങ്ങൾക്കും സംവരണം നൽകുമെന്ന് NCP നേതാവ് ശരത് പവാർ. BJPക്കൊപ്പമുള്ള സഹോദരൻ അജിത് പവാറിനെ ബരാമതി മണ്ഡലത്തിലെ ജനങ്ങൾ പിന്തുണയ്ക്കില്ലെന്നും ന്യൂസ് 18 പ്രതിനിധി യേഷ കോഡക്കിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ശരത് പവാർ വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ മുസ്ലിങ്ങൾ, മറാത്തകൾ, OBC-കൾ, ധൻഗാർ എന്നിവരെല്ലാം സംവരണം ആവശ്യപ്പെടുന്നവരാണ്. സംവരണം മാത്രമല്ല, അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ കൂടി പ്രവർത്തിക്കുമെന്ന് ശരത് പവാർ പറഞ്ഞു. സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് ശരത് പവാർ ന്യൂസ് 18നോട് നയം വ്യക്തമാക്കിയത്. അജിത് പവാർ കോൺഗ്രസ് പ്രത്യേക ശാസ്ത്രത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. BJPക്കെതിരായി പോരാടിയ അദ്ദേഹം ഇപ്പോൾ അവർക്കൊപ്പമാണ് ഇരിക്കുന്നത്. BJPക്കൊപ്പം ചേർന്ന് മത്സരിക്കുന്നത് ബാരാമതിയിലെ ജനങ്ങൾ ഇഷ്ടപ്പെടില്ലെന്നും ശരത് പവാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 6 വർഷം മുമ്പ് കടലിൽ ശിവജിയുടെ പ്രതിമ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. മോദി പ്രസ്താവനകൾ മാത്രമാണ് നടത്തുന്നത്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ലെന്ന് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്നും ശരത് പവാറിന്റെ ആരോപണം. മോദി വർഗീയ നിലപാടാണ് സ്വീകരിക്കുന്നത്. തോൽക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവർ. അതുകൊണ്ടാണ് വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. which are so-called inaugurated by Mr. Narendra Modi. That was collapsed within 1 month. Secondly, they announced that there is some memorial in the sea, in the Arabic Sea. ഇത് സമൂഹത്തോടുള്ള അനാദരവാണെന്നും ശരത് പവാർ. ഇനി തെരഞ്ഞെടുപ്പിൽ നേരിട്ട് മത്സരിക്കില്ലെന്ന് മനസ്സിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു. രാജ്യസഭയിൽ തുടരും, ജനങ്ങളെ സേവിക്കുകയും ചെയ്യും. സുപ്രിയ സുലെ മുഖ്യമന്ത്രിയാകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നും NCP തലവൻ വ്യക്തമാക്കി.
encouraging, supportive. ലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. വിദ്വേഷ പ്രസംഗം നടത്തിയ കേസിൽ അറസ്റ്റിലായ നടി കസ്തൂരിയെ റിമാൻഡ് ചെയ്തു. ഈ മാസം 29 വരെയാണ് എഗ്മോർ കോടതി റിമാൻഡ് ചെയ്തത്. തെലുങ്കർക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയ കേസിൽ ഇന്നലെയാണ് ഹൈദരാബാദിലെ ഒരു നിർമ്മാതാവിന്റെ വീട്ടിൽ നിന്ന് നടിയെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 300 വർഷം മുൻപ് തമിഴ് രാജാക്കന്മാരുടെ അന്തഃപുരങ്ങളിൽ പരിചാരകരായി വന്ന തെലുങ്കർ തങ്ങളാണ് തമിഴരെന്ന് അവകാശപ്പെടുന്നു എന്നായിരുന്നു BJP അനുഭാവി കൂടിയായ നടിയുടെ പരാമർശം. കസ്തൂരിക്കെതിരെ ആന്ധ്രയിലും തെലങ്കാനയിലും വലിയ പ്രതിഷേധമുയർന്നിരുന്നു. ന്യൂസ് 18 കേരളം ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. എറണാകുളം കലൂർ IMA ഹാളിലായിരുന്നു പുരസ്കാര വിതരണം. സിനിമാ താരങ്ങളായ സൈജു കുറുപ്പ്, അജു വർഗീസ്, അർജുൻ അശോക് എന്നിവർ മലയാളത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മികവ് കാട്ടിയവർക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ശരണപാത. ശബരിമലയിൽ ഭക്തജന തിരക്ക് കൂടുന്നു. 2 ദിവസം കൊണ്ട് 1 ലക്ഷത്തിലേറെ പേർ സന്നിധാനത്തെത്തി. പമ്പയ്ക്ക് പുറമെ എരുമേലി, കാളകെട്ടി, പരമ്പരാഗത പാത വഴിയും പുല്ലുമേട് വഴിയും ദർശനത്തിനായി 70,000 പേർ ബുക്ക് ചെയ്തിട്ടുണ്ട്. തിരക്കുണ്ടെങ്കിലും സുഗമമാണ് ദർശനമെന്ന് സ്വാമിമാർ പറയുന്നു. ശബരിമലയിൽ പോലീസിനെ പ്രശംസിച്ച് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ്. പോലീസിന്റെ തിരക്ക് നിയന്ത്രണ സംവിധാനം മികവുറ്റതാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. 18ാം പടിയിൽ പോലീസിന്റെ ഡ്യൂട്ടി സമയം 20 മിനിറ്റിൽ നിന്ന് 15 മിനിറ്റായി കുറച്ചത് കാര്യക്ഷമത വർദ്ധിപ്പിച്ചു. 18ാം പടിയിൽ മിനിറ്റിൽ 80 പേരെയെങ്കിലും കടത്തിവിടാൻ കഴിയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നടപ്പന്തൽ കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഇവിടേക്ക് ഭക്തജനങ്ങൾ വരുന്നില്ല എന്നാണ്. പക്ഷേ വരാത്തതുകൊണ്ടല്ല, വളരെ സ്മൂത്തായി ദർശനം സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പോലീസിൻ്റെ ഒരു ഹോംവർക്കും പോലീസിൻ്റെ ഒരു മാനേജ്മെൻറ്റുമാണ്. പോലീസ് മാത്രമല്ല, 20ലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർ വളരെ സംയോജിതമായി ഒരുമിച്ച് ഒന്നായി ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ ഫലമാണ് ഇവിടെ ഒരു സുഖ സമൃദ്ധിയിൽ ഒരു സംതൃപ്തിയോടുകൂടി ഭക്തജനങ്ങൾ മലയിറങ്ങി പോകുന്നത്. അത് തുടർന്നും കൊണ്ടുപോകുവാനുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്പോർട്സ് വാർത്തയിലേക്ക്. ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ രോഹിത് ശർമ്മ കളിക്കില്ല. പകരം ജസ്പ്രീത് ബുംറ ഇന്ത്യൻ ടീമിനെ നയിക്കും. കുടുംബത്തോടൊപ്പം കുറച്ചു ദിവസം കൂടി തങ്ങണമെന്ന് രോഹിത് BCCIയെ അറിയിച്ചു. ദേവ്ദത്ത് പടിക്കൽ ഇന്ത്യൻ ടീമിനൊപ്പം ചേരും. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,910 രൂപ, പവന് 55,280 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,720 രൂപ, പവന് 45,760 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോയ്ക്ക് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസ് കാണാം. നമസ്കാരം.